ആഹാ, കിളികളുടെ കളകളാരവം. കിളിക്കുരുന്നുകളുടെയും കുഞ്ഞിക്കാറ്റിൻ്റെയും ഒക്കെ ഭാഷ കേൾക്കണമെങ്കിൽ അങ്ങ് തമിഴ്നാട്ടിലെ ഉൾഗ്രാമങ്ങൾ തന്നെ വേണം. അത് തേടിയൊരു യാത്രയായിരുന്നു ഇതും. അണ്ണേ ടീ ഇറക്കാ? ഈ ഔൺസ് ഗ്ലാസ്സിലെ ചായ 2 മുത്തത്തിന് തീരും. പക്ഷേ ഇവരുടെ വിശേഷങ്ങൾ കേൾക്കാൻ ഇനിയും ഏറെയുണ്ട്. അതുകൊണ്ട് പയ്യെ 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 ചായ കുടിക്കാം. இந்த விபூதி எல்லாம் பூசி இருக்கு. எந்த கோயில இருந்து கிடைச்ச இந்த விபூதி? വീട്ടിലെ വെച്ചിട്ട്. പ്രദീപയും അവളുടെ കുഞ്ഞനുജന്മാരും ആൽച്ചുവട്ടിലിരുന്ന് കളിക്കുകയാണ്. ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് നീട്ടിയപ്പോൾ ആ ചെറിയ സാധനത്തിൻ്റെ ഒരു ജാട അവൻ വാങ്ങാൻ കൂട്ടാക്കിയതേയില്ല. എന്നാൽ പിന്നെ 2 വിശേഷമോടെ ഇരുന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം. അവനങ്ങ് എണീറ്റു. പക്ഷേ മൂത്ത പയ്യ സ്മാർട്ടായിരുന്നു. വന്ന് ബിസ്ക്കറ്റൊക്കെ വാങ്ങി കുറച്ച് കഥകളൊക്കെ പറഞ്ഞു. അവിടുത്തെ കാറ്റൊക്കെ കൊണ്ടു. എന്താ കാറ്റ്! പ്രദീപ വലിയ നാണക്കാരിയാണ് കേട്ടോ. ഇനിയാണ് എൻ്റെ ചക്കരക്കുടങ്ങളേ ട്വിസ്റ്റ്. ഇങ്ങനെ ശാന്തിയും സമാധാനവും തേടി അലയുന്നതിനിടയിൽ റോഡരികിലെ ഒരു കാഴ്ചയിൽ എൻ്റെ കണ്ണുടക്കി. ഒരാൾ കുറേ മാലയൊക്കെ ധരിച്ച് ഭസ്മമൊക്കെ പൂശി കുറേ ഫോട്ടോയൊക്കെ നിരത്തി അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആരൊക്കെയോ വന്നു പോകുന്നുമുണ്ട്. ഞാൻ എല്ലാവിധ ബഹുമാനത്തോടു കൂടി ആ പാദരക്ഷകളൊക്കെ പുറത്തിട്ട് അകത്തേക്ക് കയറി. ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചു. അപ്പോഴൊക്കെ ക്യാമറ ഇങ്ങ് വണ്ടിയുടെ ഉള്ളിലിരുന്നാണ് കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ പരിമിതികളുണ്ട്. ആ മനുഷ്യനോട് 2 വാക്ക് സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് ഫുൾ ഉഡായിപ്പാണെന്ന് മനസ്സിലായി. അത് മനസ്സിലായിട്ടും ഏതുവരെ പോകും എന്നറിയാൻ വേണ്ടിയും എങ്ങനെ ഇദ്ദേഹം പ്രതികരിക്കും എന്നറിയാൻ വേണ്ടിയും അല്പനേരം ഞാനവിടെ ചിലവഴിച്ചു. പുറകെ വരുന്നുണ്ട്, ഓഡിയോ ഒക്കെ പുറകെ വരുന്നുണ്ട്. ഇപ്പോൾ ദാ ക്യാമറ നമ്മുടെ അടുത്തെത്തും. ഇത് വ്യത്യാസമായിരിക്കെ அந்த കേരളത്തിൽ இந்த மாதிரி ഒന്നും கிடையாது. അടിപൊളിയായിട്ടുണ്ട്. കേരളത്തിൽ ഇതുപോലുള്ള സെറ്റപ്പുകളൊന്നും ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി. ആദ്യം തന്നെ എന്നോട് ദക്ഷിണ വെച്ചോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു വെറ്റില എടുത്ത് അതിൽ കുറച്ച് ഭസ്മമൊക്കെ തേച്ച് എന്നോട് പ്രായമൊക്കെ ചോദിച്ചു. എത്ര മക്കളാണെന്ന് ചോദിച്ചു. മക്കളുടെ പ്രായമൊക്കെ ചോദിച്ചു. അതിന് ശേഷം അദ്ദേഹം ജോലി തുടങ്ങി. ആമാ 7. പിന്നീട് അങ്ങോട്ട് 7ൻ്റെ കളിയായിരുന്നു. 7 വിട്ടൊരു കളി അദ്ദേഹത്തിനില്ലായിരുന്നു. ഇത് കളിയാക്കുകയാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിചാരം തീർത്തും ശരിയാണ്. കാരണം ഇതൊക്കെ പക്ക ഉഡായിപ്പാണ്. ഇങ്ങനെ തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ വലിയ രീതിയിൽ കച്ചവടമായിട്ട് നടത്തുകയാണ്. ഇങ്ങനെയുള്ള ചെറിയ സെറ്റപ്പൊന്നും ആയിരിക്കത്തില്ല അവർക്ക്. അത് വേറൊരു കാര്യം. പിന്നെ ഇദ്ദേഹം പറഞ്ഞ മെയിൻ പോയിന്റിലേക്ക് വരാം. ചിരിച്ച് നിങ്ങൾ മണ്ണോ ചെളിയോ വല്ലതും കപ്പിയോ അതിന് ഞാൻ ഉത്തരവാദി ആയിരിക്കില്ല. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയൊക്കെ മാറുന്നുണ്ട്. ക്യാമറ കണ്ടപ്പോൾ ഒരൽപ്പം അദ്ദേഹത്തിൻ്റെ ടോണിലും വ്യത്യാസം വന്നു. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് തിരക്കുകയാണ്. എൻ്റെ ഭാവി എന്താകും, എനിക്ക് എന്തെങ്കിലും ഭാവി ഉണ്ടോ, എനിക്ക് സർക്കാർ ജോലി വല്ലതും കിട്ടുമോ, ഞാൻ അധികം വിദ്യാഭ്യാസ യോഗ്യതയൊന്നും ഇല്ലാത്ത ആളാണ്, വല്ല ജോലിക്കും സാധ്യതയുണ്ടോ എന്നൊക്കെ ചോദിച്ചു. அவ்வளோ படிப்பு கிடையாது, அதனால கிடைக்க சந்தேகம் தான். படிப்பு கிடையாது. 34 37 வரைக்கும் ஒரு பவர் இருக்குமா, அதுக்கு அமைச்சுக்குமா. சர்க்கார் பவருக்கு 37 வரைக்கும் இருக்குது. படிப்பு அதிகமாக படிச்சிருந்தா கிடைச்சிக்க உடனே கிடைக்கும். எனக்கு ஒரு 4 மாசம் நடக்க முடியாது, வாய்ப்பே கிடையாது. என்ன எனக்கு ஒரு 4 മാസം നടക്ക முடியாது, നടക്ക முடியாது. അതായത് ഞാൻ ചിരിക്കരുതെന്ന് പറഞ്ഞത് എനിക്കെന്തെങ്കിലും ജീവിതത്തിൽ ഇടലേറ്റം ഉണ്ടാകുമോ എന്ന് ഞാൻ ചോദിച്ചപ്പം പുള്ളിയുടെ കാര്യം കൊണ്ട് പറയാം. എനിക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുന്നില്ല, പിന്നെ ഇങ്ങനെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് 50-100 രൂപ കിട്ടും, ഇതൊരു ഉപജീവന മാർഗം, ഇതിനകത്ത് കരുനാഗം ഉണ്ടെന്നാണ് പുള്ളി പറയുന്നത്.
അതാണ് ഏറ്റവും വലിയ കോമഡി. അവിടെ ഇങ്ങനെ ഒരു മൺപുറ്റ് പോലെ, അത് മൺപുറ്റ് പോലും അല്ല, അത് കണ്ടാലേ നമുക്കറിയാം. കുറേ നാളുകൊണ്ട് ഇതിവിടെ വെച്ചാണ് ആളുകളിൽ നിന്ന് പൈസ പിരിക്കുന്നത്, പാവപ്പെട്ട ജനങ്ങൾ. അതാണ് ഗ്രാമപ്രദേശം കൂടിയാണ്, ആളുകളൊക്കെ ഇതിലൊക്കെ വിശ്വസിക്കും. അവിടെ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനകത്ത് കരുനാഗമുണ്ട്. ആ കരുനാഗത്തെ എനിക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ, വേറെ ആർക്കും കാണാൻ പറ്റില്ല, അതും പാതിരാത്രി മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അയ്യോ ചിരിച്ചൊരു വഴിക്കായി. കാരണം എന്താണെന്നറിയോ, കരുനാഗത്തെ പകലിറക്കി വിട്ടാൽ നാട്ടുകാർക്കൊക്കെ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് കരുനാഗത്തെ ഞാൻ ഇറക്കി വിടുന്നില്ല, അതിനകത്ത് തന്നെ വെച്ചിരിക്കുകയാണ്. ஒரு காலு சின்னதா இருக்கு. பிறந்ததுல இருந்து இப்படிதானா? இப்படிதாம்மா. போலியோவா? ஆமா, வர குச்சி விட்டு நடக்கலாம் முடியாது. அப்ப எப்படி பொழப்பெல்லாம் எப்படி? பிடித்தேன் அரை காலுக்கு பாட்டு கதையை ஓடிக்கிட்டு இருக்குது. வீடு எங்க இருக்கு? வீடு நான் சும்மா இது மாத்திரம் வீடு இருக்குது, ஒரு குடிசை. ஒரே ஒரு நாகம் மாத்திரம் இருக்கா இங்க? ஒரே நாகம் மாத்திரம் இருக்கு. ഇതിനകത്തൊരു കരുനാഗം நாகம் மாத்திரம் வண்டி வாசி வந்து அடிச்சு போடுங்க. இந்த தடத்துக்கெல்லாம் போனிச்சாச்சு குறுக்கு போட அடிச்சு பிடிச்சி எல்லாம் സത്യം പറഞ്ഞു ഇതെനിക്ക് എന്ത് പറയാനാ. ഞാനിതിപ്പോൾ ഈ വീഡിയോ എടുത്തിട്ടതേ ഇങ്ങനെയുള്ള ഈ ജ്യോത്സ്യം കള്ളന്മാരുണ്ടല്ലോ, ജ്യോതിഷമൊക്കെ ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടുള്ള ആളുകളുണ്ട്, അതൊക്കെ വേറെ കാര്യം, ഗ്രഹങ്ങളെക്കുറിച്ചും ഒക്കെ അറിയാവുന്ന ആളുകൾ. ഇതൊക്കെ വെറും ഉടായ്പ. എന്നിട്ട് എന്നോട് വീട്ടിലെ ദുരിതങ്ങളൊക്കെ പുള്ളി പിന്നെ പുള്ളിയുടെ ദുരിതം ഞാൻ പരിഹരിക്കേണ്ട അവസ്ഥയിലായി. ഒരു ചെറിയ വീടുണ്ട്, ഇതുപോലെ തന്നെ ഒരു വീടാണ്, അവിടെ 2 മക്കളൊക്കെ ഉണ്ട്, ഭാര്യയുണ്ട്, ജീവിതമാർഗ്ഗമൊന്നും ഇല്ല, വലിയ ദുരിതത്തിലാണ്. പിന്നെ പുള്ളിയുടെ കഷ്ടമൊക്കെ ഇങ്ങോട്ട് പറയാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചിനി ഞാൻ ആ കബഡി വാങ്ങിച്ച് നിരത്തി പുള്ളിക്കുള്ള പരിഹാരം പറഞ്ഞു കൊടുക്കേണ്ടി വരുമെന്ന്. വെറും ഉടായിപ്പാണ് കേട്ടോ. ഇങ്ങനെയുള്ള ഇടങ്ങളിലൊന്നും ചുമ്മാതെ നമ്മൾ കൊണ്ട് തല വയ്ക്കണ്ട. പിന്നെ ഞാൻ ഒരു വശം ചിന്തിച്ചപ്പോഴേ, തല കൊണ്ട് വെച്ച് കൊടുക്കുന്നവരുള്ളത് കൊണ്ട് ഇവർക്ക് എന്തെങ്കിലും വാങ്ങിച്ച് കഞ്ഞി കുടിക്കാൻ പറ്റും, അങ്ങനെ ഒരു ഉപകാരമുണ്ട്. അങ്ങനെ കരുതി നിങ്ങൾ അറിഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ചെല്ല്, അവർക്കൊരു 10 രൂപ കിട്ടിക്കോട്ടെ എന്ന് കരുതി അങ്ങനെ ചെല്ലുന്നതിൽ പ്രശ്നമില്ല. അല്ലാതെ ഇതിലൊന്നും വിശ്വസിച്ച് ഒന്നും ആരും പോകണ്ട. ഇവർക്ക് ഇതിനെക്കുറിച്ചൊന്നും ശാസ്ത്രീയമായിട്ടോ ആത്മീയമായിട്ട് പോലും ഒരു കാര്യങ്ങളും വശമുള്ള ആളുകളല്ല. പിന്നെ ഇതൊക്കെ ഒരു ജീവിത മാർഗം, 10-25 വർഷം കൊണ്ട് അതവിടെ ഉണ്ടെന്നൊക്കെയാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. എന്താണെങ്കിലും പരിഹസിക്കുകയല്ല ചെയ്തത്. പക്ഷേ ഈ ഒരു ആശയം ഉണ്ടല്ലോ, അത് പരിഹസിക്കപ്പെടേണ്ടത് തന്നെയാണ്, വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്. ദൈവങ്ങളെ ഇങ്ങനെ നിരത്തി, ദൈവങ്ങളുടെ ഫോട്ടോകളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ച് അത് കച്ചവടമാക്കുന്ന മനുഷ്യരുടെ ഭക്തിയെ അല്ലെങ്കിൽ ആ ഒരു ദൗർബല്യത്തെയൊക്കെ ചൂഷണം ചെയ്യുന്നതിനോട് നമുക്ക് യാതൊരു തരത്തിലും യോജിക്കാൻ പറ്റില്ല. അവസാനം ഞാൻ ഈ കാര്യങ്ങൾ തന്നെയാണ് അവിടെ ഇരുന്ന് വിശദീകരിക്കുന്നത്. പുള്ളിക്ക് ഒന്നും മനസ്സിലാകാഞ്ഞത് കൊണ്ട് തടി കേടാകാതെ രക്ഷപ്പെട്ട്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.